ബിഗ് ബോസ് സീസൺ 7 ആരംഭിച്ചപ്പോൾ മുതൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമായി മാറിയ പേരിൽ ഒന്ന് തന്നെയാണ് രേണുസുധിയുടെ പേര്. സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വലിയ രൂപത്തിലുള്ള സപ്പോർട്ടും വിമർശനവും ഇതേ സമയം രേണുസുധിന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആദ്യത്തെ 2 ദിവസം രേണുസുധി ബിഗ് ബോസ് വീട്ടിൽ വളരെയധികം എനർജിയോടുകൂടി തന്നെയായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മറ്റു മത്സരാർത്ഥികൾ പൊങ്ങി വരുന്ന സമയത്ത് രേണുസുധി താഴ്ന്നു പോവുകയായിരുന്നു. മാത്രമല്ല, പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം രേണുസുധിക്ക് ഇതുവരെ ഒരു ടാസ്കിലും വളരെ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാനും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. കൂടുതൽ സമയവും ഇരുന്ന് കരയുന്ന രേണുസുധിയെയാണ് ഇപ്പോൾ പ്രേക്ഷകരും കാണുന്നത്. താൻ കരയുന്നത് ആരും കാണാൻ പാടില്ല എന്ന് പറയുന്ന രേണുസുധിയെ കാണാം. ബിഗ് ബോസ് വീട്ടിൽ പോയി താൻ കരയുന്നത് ആരും കാണാൻ പാടില്ല എന്ന് പറയുന്നത് എത്രമാത്രം വിഡ്ഢിത്തരമാണ് എന്നും ചിന്തിച്ചു പോവുകയാണ്. തൻ്റെ വീട്ടുകാരെയും തൻ്റെ കുട്ടികളെയും എല്ലാം മിസ് ചെയ്യുന്നുണ്ട് എന്നും രേണുസുധി പറയുന്നുണ്ട്. എൻ്റെ അമ്മ എനിക്ക് എപ്പോഴും ബിസ്ക്കറ്റും പാലും തരുമായിരുന്നു എന്നെല്ലാം തന്നെയാണ് രേണുസുധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താൻ കരയുന്നത് മറ്റാരെയും കാണരുത് എന്ന് പറഞ്ഞ് രേണുസുധി കരയുകയാണ്. തൻ്റെ കുടുംബക്കാരെയും തൻ്റെ കുട്ടികളെയും കിച്ചുവിനെയും എല്ലാം തന്നെ രേണുസുധി മിസ് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നു. ഹൗസിന് പുറത്തായിരിക്കുന്ന സമയത്ത് എപ്പോഴും അഭിമുഖങ്ങളും അതേപോലെ ഷൂട്ടും കാര്യങ്ങളും തിരക്കുകളുമായ രേണുസുധി വല്ലപ്പോഴും മാത്രമേ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നുള്ളൂ. അപ്പോഴെല്ലാം തന്നെ രേണുസുധിന് തൻ്റെ വീട്ടുകാരെയും തൻ്റെ കുടുംബക്കാരെയും ഫോണിൽ സംസാരിക്കാനോ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാനോ പറ്റുമായിരുന്നു. എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ വന്ന ശേഷം അവരെ കണ്ടിട്ട് നാളുകൾ ഏറെയായി എന്ന് പറഞ്ഞാണ് രേണുസുധി കരയുന്നത്. ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടും നിരവധി കമന്റുകളും നിരവധി വിമർശനവും രേണുസുധിനെ തേടിയെത്തുന്നുണ്ട്. ബിഗ് ബോസ് വീട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് രേണുസുധിനെ അറിയില്ലേ എന്നും ബിഗ് ബോസ് വീട് ഇങ്ങനെയാണ് എന്നെല്ലാം തന്നെ നേരത്തെ മനസ്സിലാക്കിയ ശേഷമല്ലേ വന്നത് എന്ന് ചോദിച്ച് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ രേണുസുധി എല്ലാം വ്യക്തമായി തന്നെ മനസ്സിലാക്കി ബിഗ് ബോസ് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ എല്ലാ അടവുകളും പഠിച്ചിട്ടാണ് പോകുന്നത് എന്ന് പറയുന്ന ആളുകളും ഒരു വിഭാഗത്തുണ്ട്. മക്കളെ മിസ് ചെയ്യും എന്ന കാര്യമെല്ലാം തന്നെ രേണുസുധിക്ക് നേരത്തെ അറിയുന്ന കാര്യമായിരിക്കും. പിന്നെ എന്തിന് ഇത്തരത്തിലൊരു ഡ്രാമ കളിക്കുന്നു എന്നാണ് രേണുസുധിയോട് ചോദിക്കുന്നത്. ഡ്രാമ കാർഡ് മാത്രമല്ല, വിധവ കാർഡും രേണുസുധി ഒരുപാട് ഇറക്കുന്നുണ്ട് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. കേരളത്തെ സ്ത്രീകളെ മൊത്തം അപമാനിച്ചിരുന്ന തരത്തിലുള്ള പ്രസ്താവനയെല്ലാം രേണുസുധിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ബിഗ് ബോസിൽ ഇത്തരത്തിലുള്ള ഡ്രാമ പരിപാടികളും വിക്ടിം കാർഡ് പരിപാടികളും എല്ലാം തന്നെ ഇറക്കുന്നത് തടയുമെന്നാണ് മോഹൻലാൽ ഇപ്രാവശ്യം പറഞ്ഞത്. എന്നാൽ ഈ അവസരമെല്ലാം വരുമ്പോഴും ലാലേട്ടൻ തൻ്റെ മക്കളെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമെങ്കിലും രേണുസുധിക്ക് കൊണ്ടുതരും എന്ന പ്രതീക്ഷയോടെയും ഒരുപാട് പേര് പറയുന്നുണ്ട്.